ആത്മീയമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ ഭാരതത്തിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇത് അന്വേഷിച്ച് വന്നുകൊണ്ടേയിരിക്കുകയാണ് വിദേശികൾ ഇവിടേക്ക്. ഈ ഭാരതത്തിൽ, കേരളത്തിൽ വിദേശികൾ ഇവിടെ വന്നിട്ട് ജോലി എടുത്തിട്ട് നമ്മുടെ കേരളം ചുറ്റിക്കറങ്ങുക, അതേപോലെ ഇവിടുത്തെ കാര്യങ്ങൾ പഠിക്കുക, അത് അങ്ങനത്തെ ഒരു സമയമാണ്. പക്ഷെ നമ്മളിൽ ചിലർ എന്താണ് അമ്പലം എന്നോ എന്താണ് പള്ളിന്നോ ഇതിൻ്റെ ഇടയിലുള്ളൊരു മതസൗഹാർദ്ദം എന്താണെന്നോ ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അങ്ങനെ വെറുതെ ജനിച്ചു പോയതിൻ്റെ പേരിൽ പലരും പറഞ്ഞ പല കടമകളും നിവർത്തിക്കാൻ വേണ്ടിയിട്ട് അമ്മയെ നോക്കണം, അച്ഛനെ നോക്കണം, മക്കളെ നോക്കണം, പിന്നെ മരിച്ചു പോകണം. അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ പല ആത്മീയ ആന്തരികമായ രഹസ്യങ്ങളും അതിൻ്റെ കുറേ പ്രാക്ടിക്കൽ ചെയ്ത് അനുഭവം ചെയ്യേണ്ട കുറേ കാര്യങ്ങളും പലരും എടുക്കണ പോലും. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരാൾക്ക് കോടീശ്വരനാവണോ? ആവാം. 1 വർഷം പോലും വേണ്ട ബാങ്ക് അക്കൗണ്ടിൽ 1 കോടി വരാൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ ഒരുപാട് പരസ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആവാം, എല്ലാവർക്കും കഴിയില്ല. ആദ്യം ആവും എന്ന് ഉറച്ചൊരു വിശ്വാസം വേണം. പിന്നെ അതായിത്തീരാൻ എന്തൊക്കെ വേണം എന്നുള്ളത് പഠിക്കണം. വർഷങ്ങളായിട്ട് ഉള്ള ഒരു അധ്വാനത്തിന്റെ ഫലത്തിൽ തന്നെയാണ് ഒരാൾക്ക് സാമ്പത്തികം ആയ ഒരു ബാക്ക്ഗ്രൗണ്ട് വരിക. എന്നാൽ ചിലർക്ക് പെട്ടെന്നൊക്കെ ആവും. അത് ലോട്ടറി അടിക്കുന്ന പരിപാടിയൊന്നുമല്ല. അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ആ രീതിയിൽ അധ്വാനിച്ചാൽ, അതിനെ ഏതൊക്കെ രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്താൽ കോടീശ്വരനൊക്കെ ആവും. പക്ഷെ ഈ കോടീശ്വരന് ദരിദ്രനാവാനും വലിയ സമയമൊന്നും വേണ്ട. കോടീശ്വരന് സാധാരണ പണത്തിന്റെ ആധാരത്തിലുള്ള കോടീശ്വരന് ദരിദ്രനാവാനും വലിയ സമയമൊന്നും വേണ്ട. 1 വർഷം കൊണ്ട് കോടീശ്വരനായിക്കണമെങ്കിൽ ആ കോടികൾ തീരെ 1 വർഷത്തിന്റെ ആവശ്യമൊന്നും വേണ്ട. ഒരാഴ്ച വേണ്ട, 1 മാസം വേണ്ട, 1 ദിവസം വേണ്ട. അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന പോലെ ഇരിക്കും. പക്ഷെ ആത്മീയമായ പവർ, അതിൻ്റെ ആത്മീയമായ അറിവും ഗുണങ്ങളുടെയും ബേസിൽ ഒരാൾ സമ്പന്നനായാൽ, ആത്മീയ സമ്പന്നൻ, കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല കേട്ടോ, ഇതായിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ദാരിദ്ര്യത്തിലേക്ക് വരാം. ആത്മീയ ദാരിദ്ര്യം എന്ന് പറയും. അതായി കിട്ടാൻ കുറച്ച് സമയം എടുക്കും. ആത്മീയ സമ്പന്നം എന്ന് പറഞ്ഞാൽ ആത്മീയമായ ഗുണങ്ങളുടെയും അതുപോലെ ശക്തികളുടെയും സമ്പന്നതയാണ്. അറിവിൻ്റെ സമ്പന്നതയാണ്. അറിവിൻ്റെ എന്ന് പറഞ്ഞാൽ ഭൂമി കറങ്ങുന്നതിൻ്റെ, അത് എവിടുന്ന് തുടങ്ങി, കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായത്, മനുഷ്യനിൽ സ്ത്രീയാണോ പുരുഷനാണോ ആദ്യം ഉണ്ടായത്, ഇങ്ങനെയുള്ള മുടന്തൻ ന്യായങ്ങൾ, മുടന്തൻ ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരങ്ങളല്ല. ഇതൊക്കെ ഉള്ളതാണ്, എന്നോ ഉള്ളതാണ്. അത് അനാദിയാണ് ആദിയാണെന്ന് പറഞ്ഞു തന്നാൽ അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി വേണം. എൻ്റെ ഈ ഒരു രൂപമാണല്ലോ കാണുന്ന ശരീരം, മുടി. ഈ മുടി ആദ്യം ചെറിയ മുടിയായിരുന്നു, വലിയ മുടിയായിരുന്നു? ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത്രയും നാളത്തിലുള്ള മുടി ചിലർക്ക് വളരെ നാളത്തിലുള്ള മുടി. ഒരു തരമ്പെന്ന് തുടങ്ങിയതാ. അതിൽ എത്രയോ മുടികൾ കൊഴിഞ്ഞു പോവും, എത്രയോ മുടികൾ നിലനിൽക്കും. ചിലപ്പോൾ ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ടെൻഷനാവും. അപ്പം മുടി വളരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുടി നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യും. ഈ ആത്മീയമായ ഗുണങ്ങളും ശക്തികളും ഇതും കൊഴിഞ്ഞു പോകുന്ന സംഭവം തന്നെ. അതെന്താ വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും. നമ്മളിൽ ശാന്തി, ശക്തി, സ്നേഹം, അറിവ്, അതേപോലെ പവിത്രത, സത്യത, ശുദ്ധത, പവിത്രത, അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ നമ്മളിലേക്ക് വരുന്നതിനുള്ളൊരു മെത്തേഡ് ഉണ്ട്. ആത്മീയമായിട്ടുള്ള
കുറെ വിധികളുണ്ട്. വിധിപൂർവം ചെയ്തു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടിക്കലാക്കി കഴിഞ്ഞാൽ അത് വരും. പക്ഷെ അതൊരു ഭാഗം കൂടെ കൊഴിഞ്ഞു പോവുകയും ചെയ്യും. അതിൻ്റെ കൃത്യമായ മെത്തേഡുകൾ, അതിനുള്ള കാരണങ്ങൾ, ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ആത്മീയമായ ആചാര്യന്മാരിലൂടെ. അതുപോലെ ഇപ്പോൾ പല പല മെത്തേഡുകളുണ്ട്. അതിലൂടെയൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എല്ലാത്തിൻ്റെയും പ്രധാനപ്പെട്ട ആധാരം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ്. ഞാൻ എന്ന് പറയുന്ന ആ ഒരു രൂപത്തിലേക്ക് അതിനെ എത്ര വേണമെങ്കിലും വലുതാക്കാം. അതാണ് എൻ്റെ സ്പിരിച്വൽ പവർ എന്ന് പറയും. എൻ്റെ സ്പിരിച്വൽ പവർ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ എത്രയും വലുതാക്കുകയും ചെയ്യും. ഇതേ സ്പിരിച്വൽ പവർ ഉപയോഗിച്ചുകൊണ്ട് എത്രയും ചെറുതാവുകയും ചെയ്യും. ഒന്നുമില്ലാതെ ആയിത്തീരാനും ഇതേ സ്പിരിച്വൽ പവർ ഉപയോഗിച്ചിട്ട് കഴിയും. ഇതാണ് നമ്മൾ സമ്പന്നത. നമ്മുടെ ഒരു രൂപ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുകയും ചെയ്യും. ഇതേ കോടിക്കണക്കിന് രൂപയുള്ള ഒരാളുടെ ചെറിയൊരു മണ്ടൻ പ്രവർത്തനങ്ങൾ കാരണം ഒരു രൂപയ്ക്ക് പോലും വകുപ്പില്ലാത്ത രീതിയിലാവുകയും ചെയ്യും. ഇതൊരു ഉദാഹരണമാണ്. ഈ സാധനം നമുക്ക് ആത്മീയമായ പവറും അതിൻ്റെ കാര്യങ്ങളും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, അനുഭവിക്കാം. പക്ഷെ മറ്റേത് നമുക്ക് കുറേയൊക്കെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും. അതായത് എൻ്റെ അക്കൗണ്ടിൽ കനറ ബാങ്കിൽ 10 ലക്ഷം ഉണ്ട്, SBIയിൽ 50 ലക്ഷം ഉണ്ട്, വിജയ ബാങ്കിൽ ഒരു 5 ലക്ഷം ഉണ്ട്, പിന്നെ ഒരു 2 കോടി രൂപയുടെ ആസ്തി വേറെ ഉണ്ട്. കേരളത്തിൽ ഒരു 10 കോടി രൂപയുടെ ആസ്തി കർണാടകയിൽ. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. മറ്റേത് കാണാൻ കഴിയില്ല. പക്ഷെ അത് ഉണ്ടാക്കാം. സ്പിരിച്വൽ പവർ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് പ്രധാനമായിട്ട് വേണ്ടത്, ഈ സ്പിരിച്വൽ പവർ. മറ്റേത് നമുക്ക് ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോയേക്കാം. ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോകില്ല. കാരണം നമുക്ക് എവിടെ കാര്യങ്ങൾക്ക് സഹായമായിട്ട് ആവശ്യമുണ്ടോ അത് അവിടെ നമ്മൾ പണിത് വെക്കുന്ന ഒരു പരിപാടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വൽ പവർ. അമേരിക്ക പോണോ? പോവാം. ബാംഗ്ലൂർ പോണോ? പോവാം. എന്താണോ എവിടെയാണോ പോകേണ്ടത് അവിടെ നമുക്ക് എന്താണോ നമ്മുടെ ലക്ഷ്യം ആ കാര്യം നിറവേറ്റാൻ വേണ്ടി പോവാം. ജോലിക്കായിട്ട് പോവാം, ഇനി അതല്ല ഒരു ടൂറായിട്ട് പോവാം. അപ്പോൾ അവിടെയൊക്കെ വിഘ്നങ്ങൾ വരില്ലേ? വരും. അതിനെ നമ്മൾ തരണം ചെയ്യണ്ടേ? വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ വേണം? അറിവ് വേണം, ഗുണങ്ങൾ വേണം. അറിവാണ് ഏറ്റവും പ്രധാനം. നമ്മളൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോകണം. നമ്മൾ എന്തിനാണ് പോണത്? ജീവിതം എന്ന് പറഞ്ഞ ഒരു യാത്രയല്ലേ? അപ്പൊ എന്താണ് ജീവിതയാത്ര? ആ യാത്രയിൽ എന്തെല്ലാം നമ്മൾക്ക് ലഭിക്കുന്നു, എന്തെല്ലാം നമ്മൾ ഉപേക്ഷിക്കുന്നു. ഇത് ഉപേക്ഷിക്കുന്നതിൻ്റെയും ലഭിക്കുന്നതിൻ്റെ ഒരു കളിയാണ് ശരിക്കും ജീവിതം. നമുക്ക് പലതും കിട്ടും, പലതും ഒഴിവാക്കേണ്ടി വരും. ഇപ്പൊ ചില സമയത്ത് നമ്മുടെ അടുത്ത് പ്രകൃതി തന്നെ അത് ഒഴിവാക്കും. ചില സമയത്ത് നമ്മൾ തന്നെ അത് അറിഞ്ഞുകൊണ്ട് വേണ്ടാന്ന് വെച്ച് മാറ്റി വെക്കുന്ന ചില സംഗതികളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സാധനം വളരെയധികം പഴകി, നമ്മൾ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്നിരുന്ന ഒരു അലുമിനിയത്തിന്റെ ബക്കറ്റാണെന്ന് കരുതാം. ആ സാധനം പഴകി, ഇപ്പൊ പ്ലാസ്റ്റിക്കിന്റെ ബക്കറ്റുകൾ വന്നു, മറ്റേത് വന്നു. പക്ഷെ ഈ അലുമിനിയത്തിന്റെ ബക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ തന്നെ ഒരു ശബ്ദം വരാണ്ട്. ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് അലോരസമായി. ഇത് വർഷങ്ങളോളം നമ്മൾ കുളിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന സാധനമാട്ടോ അലുമിനിയത്തിന്റെ. പഴയ കാലത്ത് ഒരു ബക്കറ്റ് ഉണ്ടല്ലോ. പിന്നെ അത് വെക്കുന്ന സമയത്ത് അവിടെയൊക്കെ പാടുകൾ വീഴുക, അങ്ങനെയുള്ള ഒരു കാര്യം. പിന്നെ ഓട്ടയായി തുടങ്ങി. അത് പഴകി കഴിഞ്ഞു. അതിനെ നമ്മൾ ഉപേക്ഷിക്കണം. അങ്ങനെ ഉപേക്ഷിക്കണം? വെറുതെ കാട്ടിക്കാണ്ട് വലിച്ചെറിഞ്ഞാൽ മതി. വേണമെങ്കിൽ അങ്ങനെ വലിച്ചെറിയാം. കാരണം അത്രയും സമ്പന്നനാണെങ്കിൽ അത് നേരെ അപ്പുറത്തെ തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞാൽ മതി, അത് മണ്ണായിക്കോളും.
അല്ലെങ്കിൽ അത് ആരെങ്കിലും എടുത്ത് കൊണ്ടുപോയിക്കോളും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരനാണെങ്കിൽ അത് ആക്രിക്കടയിൽ കൊടുത്ത് അതിൽ നിന്നൊരു 10 രൂപ വാങ്ങി ആ 10 രൂപ കൊണ്ട് പ്ലാസ്റ്റിക് ബക്കറ്റ് വാങ്ങി അങ്ങനെയും ജീവിക്കാം. അപ്പൊ അതൊരു മെത്തേഡായില്ലേ. പിന്നെ സമ്പന്നത, ഈ സമ്പത്തിന്റെ ഇത് ആത്മീയമായ സമ്പത്ത് നമ്മുടെ ഉള്ളിൽ കുറെ കാലങ്ങളായിട്ട് ആത്മീയമായ ഗുണങ്ങൾ പോയി സമ്പത്ത് കുറഞ്ഞിരിക്കുന്നു. അതെന്താണെന്നുള്ളത് നമുക്ക് പല പല ആത്മീയമായ സ്ഥലങ്ങളിലൂടെയും പറഞ്ഞു തരുന്നുണ്ട്. എവിടെയാണോ ആർക്കാണോ താല്പര്യം അവിടെ പോയിട്ട് ചെയ്യാം. ബ്രഹ്മകുമാരീസ് പോകേണ്ടവർക്ക് അവിടെ പോവാം. നമ്മുടെ മാതാമൃതാനന്ദമയുടെ അടുത്ത് പോകേണ്ടവർക്ക് അവിടെ പോവാം. സായിബാബയുടെ അടുത്ത് പോകേണ്ടവർക്ക് അവിടെ പോവാം. എവിടെയെങ്കിലും പോവാന്ന്. പിന്നെ ഇപ്പൊ ഈ അമ്പലങ്ങളില് ശബരിമലയ്ക്ക് പോയിട്ട് അതല്ല ഗുരുവായൂർ പോയിട്ട് എവിടെയാണോ പോയിട്ട് ആത്മീയമായ ഉന്നതി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക, ഉന്നതിട്ട് അവിടെ പോയിട്ട് ചെയ്യണം. ഉന്നതി ഒന്നും ആവണില്ലെങ്കിൽ അടുത്ത സെക്ഷൻ തിരഞ്ഞെടുക്കണം. അവിടെ എനിക്ക് ഞാൻ ഒരു ഉദ്ദേശിച്ചൊരു ഉന്നതി ആവണില്ല എങ്കിൽ അടുത്ത സെക്ഷൻ തിരഞ്ഞെടുക്കണം. വീണ്ടും പ്രയത്നിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയാണ് സമ്പന്നത. സമ്പന്നത ഇപ്പൊ ഒരു വർഷം കൊണ്ട് 1 കോടിയുടെ ടേൺ ഓവർ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പരസ്യം വന്നാൽ അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. പല വിധത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, മെത്തേഡുകൾ, കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് അതിലുണ്ടാക്കണവർക്ക് ഉണ്ടാക്കാം. ഉണ്ടാക്കാൻ പറ്റാത്തവന് ഇനി അതല്ല, അവന്റെ കയ്യിൽ 1 കോടി ഉണ്ടെങ്കിൽ പോലും അവനൊരു അടുത്ത 2 കോടി ഉണ്ടാക്കാൻ പറ്റില്ല. അത് അവന്റെ ആ ഒരു സ്റ്റേജിലേ അവൻ നിൽക്കുള്ളൂ. അല്ല ഉയരേണ്ടവനാണെങ്കിലോ അങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും. അവന്റെ അടുത്ത് അറിവ് വന്നുകൊണ്ടേയിരിക്കും. അവന്റെ അടുത്ത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള പല അനുഭവങ്ങളും വന്നുകൊണ്ടേയിരിക്കും. ആ അനുഭവങ്ങളുടെ ആധാരത്തിൽ അവൻ അങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും. ആർക്കും